അനിവൃതികൾക്കിടയിൽ ഒരു ഗീതകം ഇവിടെ. അനിയത്തി കരണ്ടെന്ന് പറഞ്ഞില്ല, വീട്ടിൽ കരണ്ടെന്ന് ആരാ പറഞ്ഞ കരണ്ടെന്ന്? പ്രകാശ് പറഞ്ഞപ്പോഴത്തെ അച്ഛനും സമ്മതിച്ചത്? സമ്മതിച്ചില്ല. അച്ഛൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് കൂടി വരണം. അത് പിന്നെ ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നിങ്ങളുടെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല. ഇതിപ്പോ എഴുതി തരാത്തിടത്തോളം കാലം ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇവിടെ അവകാശമുണ്ട്, അവൾക്ക് മരണം. എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നിട്ട് മുറ്റത്ത് തന്നെ നിന്ന് നിങ്ങളെ കണ്ടിട്ട് പോയ സമയങ്ങളുണ്ട്. അല്ലാണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവള് ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം അങ്ങോട്ടേക്ക് അധികം വന്നിട്ടില്ല. എന്താ അനിയത്തിയോട് ഇത്രയും വലിയ ദേഷ്യം? അതെനിക്കും അറിയത്തില്ല. പിന്നെയാണ് 90 കഴിഞ്ഞപ്പോഴത്തേനും എന്നെയും കൊണ്ട് വേറെ വാടക വീട്ടിൽ പോയി. അവിടെ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് 2-3 തവണ പിന്നെ ഫെബ്രുവരിയിൽ ചെന്ന് താമസം തുടങ്ങി. ജൂലൈക്കുള്ളിൽ 2 തവണ അവിടുന്ന് പിരിഞ്ഞു. 2 തവണ അവിടുന്ന് പിരിഞ്ഞു പോന്നു. പിരിഞ്ഞു പോന്നെന്ന് വെച്ചാൽ ആദ്യ തവണ എന്നെ തല്ലി ശരിയാക്കി നാട്ടുകാരെല്ലാവരും കൂടി എന്നെ വീട്ടിൽ കൊണ്ടുവന്നു. കാരണം ഇത്രേ ഉള്ളൂ, എൻ്റെ മൂത്ത കുഞ്ഞിന് വലിവ് പോലെ വിമിഷ്ടം ശരിക്കും വന്നു. ശരിക്കും വിമിഷ്ടം വന്നപ്പോഴത്തേന് ആ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത് ഞങ്ങളുടെ കുടുംബ വീടിനടുത്തുള്ള ചേച്ചി കണ്ടിട്ട് ഇങ്ങേരോട് ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു കുഞ്ഞിന് തീരെ വയ്യ ചേച്ചി, അതുകൊണ്ട് വന്ന. അത് ചേച്ചി എന്ന സാമാന്യം അമ്മയോട് പറഞ്ഞു അപ്പുന് വയ്യാണ്ട് പിന്നെ അവർ ജ്യോതിയും പിന്നെ പ്രാവശ്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെന്ന്. അതറിയാൻ വേണ്ടി അമ്മ അടുത്ത വീട്ടിൽ ഫോൺ ചെയ്ത് ചോദിച്ചു കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ അറിയുന്നതിന് മുമ്പേ പുള്ളി അറിഞ്ഞു. അത് പുള്ളി അറിഞ്ഞതിന് അന്ന് രാത്രി എന്നെ അടുത്ത വീട്ടിൽ ഫോൺ ചെയ്ത് ചോദിച്ചതിന് അന്ന് രാത്രി എന്നെ തല്ലിയിട്ട് മൊത്തം ചോര ഒഴുകിയിട്ട് മൂക്കിന്നൊക്കെ രക്തം വന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചെന്ന് വിളിച്ചു. തങ്കമ്മാമ എന്നാണ് വിളിക്കണേ. തങ്കമ്മാമ ചെന്ന് വിളിച്ച് ഞാൻ എഴുന്നേപ്പിച്ച് തങ്കമ്മാമ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ മൊത്തം തങ്കമ്മാമ ഉടനെ മക്കളെയും അപ്പുറത്തെ എല്ലാവരെയും വിളിച്ച് വരുത്തിച്ച് പറഞ്ഞു എളുപ്പം ഓട്ടോയും വിളിച്ചു വാ നമുക്ക് ഇവിടെ ആശുപത്രി കൊണ്ടുപോകാം. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് നേരെ ഒരു പ്രൈവറ്റ് ആശുപത്രി അടുത്ത് തന്നെയുണ്ട്. അവിടെ കൊണ്ടുപോയി. അവിടെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു ഈ കുഞ്ഞിനെയും കൂടിയാണല്ലോ രാവിലെ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് തള്ളിയിട്ടിട്ട് ഞാൻ എടുത്ത് പൊക്കി വിട്ടത് എന്ന്. ഈ ഹോമിയോ കൊടുക്കണ്ട അലോപ്പതി കൊടുക്കാന്ന് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതിന് അന്നേരം അവിടെ വെച്ച് വണ്ടിയിൽ നിന്ന് ഉരുട്ടി താഴെയിട്ടു. തള്ളിയിട്ടെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോഴത്തേക്ക് ബ്രേക്ക് പിടിക്കുന്ന പോലെ കാണിച്ചു. ഞാനും കൊച്ചും കൂടി താഴെ വീണു. പക്ഷെ കുഞ്ഞിനൊന്നും പറ്റിയില്ല. അപ്പോൾ ആ ഡോക്ടറാണ് ഓടി വന്നിട്ട് ഞങ്ങളെ പൊക്കിയത്. അപ്പോൾ ഡോക്ടർ ഈ കാര്യം പറഞ്ഞപ്പോഴത്തേനാണ് ഇവർ ഇത് അറിയണത്. അങ്ങനെ അവിടെ നിന്ന് എന്നെ വീട്ടുകാർ കൊണ്ടുപോരുക ചെയ്തത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങേര് വിളിച്ചിട്ട് പറഞ്ഞു ആ വീട് വെക്കേറ്റ് ചെയ്ത് കൊടുക്കണം, നിങ്ങൾ സാധനങ്ങൾ നിങ്ങൾ എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴത്തേന് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അല്ലാണ്ട് ബാക്കി എല്ലാ സാധനമുണ്ട്. സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ട് പോയി പുള്ളി. എങ്ങോട്ട് പോയി എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ വീട്ടിലില്ല? ഇല്ല, വീട്ടിൽ സർട്ടിഫിക്കറ്റ് മാത്രമേ ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോഴും ഞാൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ പരാതി കൊടുത്തു. മാരായിക്കുളം പോലീസ് സ്റ്റേഷനിൽ. ഇത് 2008 അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോഴത്തേന് അവർ വിളിപ്പിച്ചപ്പോഴാണ് പുള്ളി ഇവിടെ നിന്ന് ഒരു ആൽബം പുള്ളിയുടെ കുടുംബ വീട്ടിൽ നിന്ന് ഒരു ആൽബമായിട്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ആൽബമായിട്ട് വരുന്നു. അന്നേരം നേരത്തെ വന്ന് പുള്ളിയുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ ആൽബമായിട്ട് വന്ന് പുള്ളി നേരത്തെ വന്ന് പോലീസുകാരെയൊക്കെ നല്ല കമ്പനിയായിരിക്കുന്നു, ജോലിയൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോഴും നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ അവിടെ എഴുതി വെച്ചു ഇനി പിന്നെ അമ്മയും അച്ഛനെയും കൊണ്ട്. അപ്പം ഈ ഇടയ്ക്കൊന്നും അമ്മേനെയും അച്ഛനെയും കാണാനോ വിളിക്കാനോ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അമ്മേനെയും അച്ഛനെയും കണ്ട് കാണിച്ചോളാം, പിന്നെ ആ വഴിക്ക് പൊക്കോളാം, വീട്ടിൽ കൊണ്ടുപോയിക്കോളാം അങ്ങനെ എഴുതി വെച്ചു. പോലീസ് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് വീണ്ടും വേറെ വാടക വീടെടുത്തു. അന്നാണ് ആദ്യമായിട്ട് എന്നെ കൊണ്ട് ചേച്ചിയെ വിളിപ്പിച്ചു. അന്ന് ചേച്ചിയെ വിളിപ്പിച്ചപ്പോൾ ചേച്ചിക്ക് ഭർത്താവിൻ്റെ പെങ്ങള് പിന്നെ ചേച്ചിക്ക് വലിയ സന്തോഷം വിളിച്ചപ്പോഴത്തേക്ക്. അത്രയും നാൾ എന്നോട് അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെയാന്ന് ഞാൻ പറഞ്ഞു ചേച്ചിയെ ഞാൻ വിളിച്ചാൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് എന്തിനും ഇഷ്ടപ്പെടാതിരിക്കുന്നത്, നിങ്ങളായി നിങ്ങളുടെ ഒരു കുഞ്ഞായി, ഇനി ഞങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കാര്യമുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോഴൊന്നും എനിക്ക് അമ്മ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, അമ്മയൊക്കെ മരിച്ചു പോയി എന്നല്ലേ പറഞ്ഞു. അമ്മയുണ്ട്? അമ്മയുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് വേറെ താമസം മാറി. ആ 8 മാസം വലിയ കുഴപ്പമില്ലാതെ താമസിച്ചു. പിന്നെ അടുത്ത വീട് എടുത്തു. പിന്നെ ആ വീട്ടിൽ നിന്ന് കാലാവധി കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത വീട്ടിൽ പോയി. അവിടെ വെച്ച് പുള്ളിയുടെ വീട്ടിൽ വരാനും പോകാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നെ കൊണ്ട് ഇവിടെ നിർത്തും. അപ്പോൾ കുഞ്ഞമ്മയാണെന്നുള്ളതാണ് നമുക്കറിയാവുന്നത്, ഇവിടെ ഉള്ളത് അമ്മയാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പിന്നെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ടുവന്ന് 2-3 ആഴ്ച ഇവിടെ നിർത്തും.
നിർത്തിച്ച് പുള്ളി പോകും ജോലിക്കെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്, എവിടെയെങ്കിലുമൊക്കെ പോകണം, കോഴിക്കോട് പോകണം, മലപ്പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് നാട്ടുകാരെന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് അവിടെ നിർത്തിയിട്ട് ഇവൻ ഇവിടെ, ഇപ്പം ഞാനുള്ള ദിവസമാണ് 2-3 മണിയൊക്കെ ആവും വരുമ്പോഴത്തേന്, പാതിരാത്രിയൊക്കെ കഴിയും. അതേസമയം ഞാനില്ലാത്ത ദിവസം 7-8 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ ഇതെല്ലാവരും നാട്ടുകാർ കണ്ടിട്ട് എന്നോട് പറയുന്നുണ്ട്, അപ്പൊ എന്നോട് പറയണ കോഴിക്കോട് പോകണു, മലപ്പുറത്ത് പോകണമെന്നല്ലേ എന്നോട് പറഞ്ഞേക്കണേ. അപ്പോൾ എന്നോട് പിറ്റേ ദിവസം ആളുകൾ പറയും, ജ്യോതി പ്രകാശം 7:30 മണിയായപ്പോഴത്തേനും അവിടെ വീട്ടിൽ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറയും. അങ്ങനെ ഒരു ദിവസം ചെന്നപ്പോഴത്തേനും സുന്ദരാച്ചൻ വിളിച്ച് എന്നോട് പറഞ്ഞു, മോളെ നീ സൂക്ഷിച്ച് അവൻ്റെ ഓടി നിന്നോണം. കാരണം എന്നാന്ന് വെച്ചാൽ പിന്നെ അവൻ എൻ്റെ വല്യച്ഛൻ്റെ മോളെന്നും പറഞ്ഞിട്ട് ഒരുത്തിയും കൊണ്ട് അവിടെ വന്നു. ഇത് അവർ കണ്ടു, ഇവരെല്ലാവരും കണ്ട് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു. ജ്യോതി ഇല്ലാത്ത സമയത്ത് എന്തിന് ജ്യോതിയുടെ വല്യച്ഛൻ്റെ മോൾ ഇവിടെ വന്നേന്ന്. അപ്പോൾ സത്യത്തിൽ എൻ്റെ വല്യച്ഛൻ്റെ മോളല്ല. പിന്നെ അവരെ പറ്റി അന്വേഷിച്ചു, എല്ലാ ഡീറ്റെയിൽസൊക്കെ എന്നോട് വന്നിച്ച് നാട്ടുകാർ തന്നെ എല്ലാവരും പറഞ്ഞു തന്നു. അങ്ങനെ അത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പാലുകാച്ചി വിളിക്കാൻ വന്നാന്ന് പറഞ്ഞു അവർ. ഞാൻ പറഞ്ഞു പാലുകാച്ചി വിളിക്കാൻ വന്നാണെങ്കിൽ നമുക്ക് പാലുകാച്ചിന് പോവാം, നമുക്ക് പാലുകാച്ചിന് പോവാം. എന്നാലും അത് ആരുടെ പാലുകാച്ചി ചെയ്ത്, അത് മോനഞ്ചേൻ്റെയാണ്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ മോനഞ്ചേനായ അവരുടെ ഭർത്താവ്. അങ്ങനെ ഞാൻ തിരക്കി വന്നപ്പോഴത്തേനും അവരുടെ ഭർത്താവ് മോഹനും അല്ല ആരുമല്ല. ആ സ്ത്രീ ഇങ്ങനെ എറണാകുളത്ത് വെച്ചൊക്കെ പോലീസ് പിടിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവരോടും നാട്ടുകാർ ചോദിച്ചെന്ന് പറഞ്ഞു, ഈ ചെറുക്കൻ്റെ കൂടി എന്തിനു നടക്കണേ, എന്താ നടക്കണേ, അത് കുറച്ച് പിന്നെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് കുറച്ച് പൈസ തിരക്കി ഇറങ്ങിയതാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഇതൊക്കെ എന്നോട് പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇതുമൊക്കെ ചോദ്യം ചെയ്തു. ഇതിനിടയ്ക്ക് പിന്നെ വീട്ടിലിരുന്ന മാല കാണാതെ പോയി. ഞാൻ വീട്ടിൽ വെച്ചിരുന്നു, എന്നെ കൊണ്ടുപോയി 2 ദിവസം എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിർത്തി. വല്യമ്മയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് മാലയില്ല, ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്, അത് കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കാണ്, അത് നിങ്ങളെടുത്ത്, ഇങ്ങനെയാ പറഞ്ഞത്. ആരായിരുന്നു വീടൊക്കെ പൂട്ടിട്ട് പോയില്ലേ, അയാൾ വീട് പൂട്ടി. ഞാനും പുള്ളി നിൽക്കുമ്പോഴാണ് പുള്ളി വീട് പൂട്ടിപ്പോയത്. എന്നിട്ട് എന്നോട് വന്നിച്ച് പറഞ്ഞു, അയ്യോ നീ വീട് പൂട്ടിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഒരു കള്ളത്തരം ഉണ്ടാക്കി പറഞ്ഞു, നീ വീട് പൂട്ടിയില്ലായിരുന്നോ പോരുമ്പോൾ. ഞാൻ പറഞ്ഞു വീട്ടിൽ പൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് വരുമെന്നും പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷേ എന്നെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, 2 ദിവസം നീ എങ്ങും പോയി, നിന്നെ എങ്ങും കൊണ്ടുപോയി നിർത്തണില്ലാന്ന് പരാതിയല്ലേ, നീ ഇവിടെ നിന്നോ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ട് പോന്നിട്ട് 2 ദിവസം പിറ്റേ ദിവസം വന്നിച്ച് എന്നോട് പറഞ്ഞു, നീ വീട് പൂട്ടിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു പ്രാവശ്യമായിട്ട് തന്നെയല്ലേ വീട് പൂട്ടി താക്കോല് മാറ്റിയേ. എന്നാ വീട്ടിനകത്ത് ആരോ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആര് കയറാൻ നമ്മുടെ വീട്ടിൽ, ഞാൻ ചെല്ലുമ്പോൾ വാതിൽ തുറന്ന് കിടക്കാന്ന്. ഞാൻ ചോദിച്ചെന്നേരം ബാഗൊക്കെയോ, അത് ബാഗൊക്കെ ഇരിക്കുന്ന പോലെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസും കഴിഞ്ഞാണ് വരണം. ക്രിസ്മസും കഴിഞ്ഞ് വന്നപ്പോഴത്തേന് സംഭവം മാലയില്ല, ബാക്കി എല്ലാ സാധനമുണ്ട്. ഞാൻ പറഞ്ഞു അയ്യോ കള്ളം കയറി. ഞാൻ പറഞ്ഞു കള്ളം കയറിയതല്ല, കള്ളം കയറിയതാണെങ്കിൽ ഈ സാധനം എല്ലാം എടുക്കണം. ആ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ മോതിരമുണ്ട്, വളയുണ്ട്, ഈ മാല മാത്രമായിട്ട് ആരെങ്കിലും കൊണ്ടുപോകുമോ, ബാക്കിയൊക്കെ. അന്നേരം ഞാൻ പറഞ്ഞു ഇത് പ്രകാശൻ അറിയാതെ എങ്ങും പോകത്തില്ല. അപ്പോൾ വലിയ കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവിടെ വന്നു. പിന്നെ വല്യമ്മയുടെ വീട്ടിൽ വന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അക്ക എന്നോട് പറഞ്ഞു, എൻ്റെ മരുമോള് പറഞ്ഞു എടി 3500 രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. തന്നിട്ട് നീ അറിയരുതെന്ന് പറഞ്ഞു, നീ അറിയാതെ വെച്ചേക്കണം, ഒരു അലമാര വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൈസ ഒന്നും ഇല്ലാതിരുന്ന ആളുടെ കയ്യിൽ പൈസയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നെ തല്ലാനൊരുങ്ങി, അവിടെ വെച്ച് തല്ലാനൊരുങ്ങിയപ്പോൾ എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അവളുടെ വിഷമം കൊണ്ടല്ലേ പിന്നെ അല്ലെ അത് പറഞ്ഞത്, പിന്നെ നമുക്കത് അന്വേഷിക്കണം, അത്രയും സാധനം പോയാൽ അവൾക്കൊരു വിഷമം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ് അന്ന് അങ്ങനെ പോയി. പിന്നെ ആ സമയത്ത് ആ തവണ തന്നെ അമ്പലത്തിലെ ഉത്സവത്തിന് ചെന്നപ്പോഴത്തേന് അനിയത്തിയുടെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അടുത്ത വീട്ടിലെ ചേച്ചി നിന്ന്, നമ്മുടെ തന്നെ പരിചയത്തിലുള്ള ചേച്ചി നിന്നുകൊണ്ട് കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദേ പിന്നെ കുഞ്ഞമ്മേനെ അറിയുമോ എന്ന് പിന്നെ എൻ്റെ മോനോട് ചോദിച്ചു. അന്നേരം തന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അടിക്കാൻ തുടങ്ങി. ഇത്ര അവർ ചോദിച്ചതിന് പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ അടിക്കാൻ തുടങ്ങി. അടിച്ചടിച്ച് ഞാൻ അന്ന് രാത്രി ഇറങ്ങി വീട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പറ്റത്തില്ല, നിങ്ങളുടെ കൂടി ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വീട്ടിൽ പോന്നു. പിന്നെ അതിന് ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വന്ന് വിളിച്ച് പറഞ്ഞൊക്കെ പോന്നു. വീണ്ടും വന്ന് പിന്നെ കോംപ്രമൈസ് ആവും. ഞങ്ങൾ തന്നെ സംസാരിക്കണം, അല്ലാണ്ട് വേറെ ആരും മീഡിയേറ്റർ ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങൾ തന്നെ സംസാരിക്കും, കുഞ്ഞിൻ്റെ ഭാവിയല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരും. പിന്നെ കൂടുതലും പ്രശ്നം ഇങ്ങോട്ട് വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് താമസത്തിന് വന്നതിന് ശേഷമാണ് പിന്നെയും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നത്. എന്താ പ്രശ്നം നെയ്യാറ്റിൻകര വന്നപ്പോൾ?
ഈ തല്ല് എന്നും തല്ല് ഇവരുടെ പേര് അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലും അവരുടെ പേര് ഓർക്കുമ്പോഴത്തേക്ക് തല്ല തന്നെ. അവർ ഇവർ എന്നൊന്നും എനിക്ക് പറയാൻ പാടില്ല. ഇങ്ങനെയുള്ള വാക്കുകൾ എൻ്റെ വായിൽ നിന്ന് വീണിട്ടുണ്ട് ആ പാടിയിട്ട്. അയ്യോ ഇതെന്തൊരാളാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ പിന്നെ 2011 ഞാൻ ഒരു ദിവസം പോന്നിട്ട് പിന്നെ 7 മാസം കഴിഞ്ഞ് ഞാൻ പിന്നെയും തിരിച്ചു വന്നു. അന്ന് പോകുന്നത് എൻ്റെ കയ്യിൽ പൈസ ഒന്നും തരാറില്ല. 30 രൂപ 20 രൂപയൊക്കെ തരും ഇവിടെ വെച്ച് മീൻ വാങ്ങിക്കാനായിട്ട്. അതേ തരുവുള്ളൂ, കാശായിട്ട് അതേ തരുവുള്ളൂ. എനിക്ക് 30 രൂപ തന്നു. അന്ന് എന്നെ ബക്കറ്റ് വെച്ച് അടിച്ചു. ഒരു കാരണവും ഇല്ല. എന്തിനാ ബക്കറ്റ്? ഒരു കാര്യമില്ല. കുഞ്ഞിനെ കളിപ്പിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നപ്പോഴത്തേനും കുഞ്ഞിനെ കളിപ്പിച്ചു. കുഞ്ഞിനെ കളിപ്പിച്ചപ്പോൾ കുഞ്ഞിനെ അടിച്ചപ്പോൾ കുഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ എടുത്തോട്ട് ഞാൻ പറഞ്ഞു, ഇനി ഞങ്ങളെ തൊട്ട് ഞങ്ങളും തല്ലും കേട്ടാന്നോ ഇങ്ങനെ പറഞ്ഞതിന് കയ്യിലിരുന്ന ബക്കറ്റ് വലിച്ച് ആഞ്ഞടിച്ചു. ആഞ്ഞടിച്ച് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊല്ലും, പിന്നെ ഒരു ഉപകാരവും ഇല്ല, അതാണ് ഇതാണ്. ഇപ്പം പുള്ളിയുടെ മനസ്സിലൊരു എന്തുണ്ട്, പുള്ളി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങേർക്ക് എല്ലാം ഉണ്ട്, സ്വത്തുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്, ആൾക്കാരൊക്കെ വലിയ വലിയ നിലയിൽ. ഇപ്പം ഞാൻ ഈ ഒന്നുമില്ലാതെ വന്ന ആ ഒരു വിഷമം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും വായെടുത്താൽ പറയും 30 പവൻ്റെ സ്വർണം പിന്നെ ലക്ഷങ്ങളും കിട്ടേണ്ടിയായിരുന്നു എനിക്ക്, അതാണ് ഇതാണ് എല്ലാം ഞാനായിട്ട് കളഞ്ഞു എന്ന് പറയും. അതുകൊണ്ടായിരിക്കും എന്നെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പേടിയായി. ഞാനുടനെ കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോരാൻ എനിക്ക് പൈസ ഇല്ല പോകാനായിട്ട്. 80 രൂപ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഈ 30 രൂപ പുള്ളിയുടെ കയ്യിൽ, പുള്ളി മീൻ വാങ്ങിക്കാൻ 30 രൂപ തന്നിട്ടുണ്ട്. ആ 30 രൂപ എടുത്ത് അമ്മ തന്നൊരു 50 രൂപ കയ്യിലിരിപ്പുണ്ട്. ആ 50 രൂപയും കൂടി എടുത്തിട്ട് ഞാൻ പോയി കായംകുളം വരെ എത്തി. കായംകുളത്ത് നിന്ന് പോകാനായിട്ട് ആലപ്പുഴയ്ക്ക് ടിക്കറ്റും എടുത്തു ഞാൻ. പക്ഷേ ഉച്ചയ്ക്ക് കായംകുളത്ത് എത്തിയിട്ട് ഞാൻ വൈകുന്നേരം വരെ അവിടെ തന്നെ ഇരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ ആലപ്പുഴ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. വീട്ടിലാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല, ഫോണൊന്നും കയ്യിലില്ല. ആരുടെയും ഫോൺ വാങ്ങിക്കാനൊരു മടി. അങ്ങനെ വൈകുന്നേരം വരെ ഇരുന്ന് വെച്ചാൽ ഒരു പോലീസുകാരനോട് ചോദിച്ചു, എനിക്കൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ബസ്സിൽ 10 രൂപ വേണം വീട്ടിലെത്താനായിട്ട്, അതുകൊണ്ടൊരു 10 രൂപ തരുമോ എന്ന് ചോദിച്ചു. ആദ്യം അങ്ങനെ പറഞ്ഞ് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. തരത്തില്ല എന്ന് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒത്തിരി പേര് വന്ന് ചോദിക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പിന്നെ ആലപ്പുഴയിൽ നിന്ന് വീട്ടിലെത്താനായിട്ട് പൈസയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 20 രൂപ തന്നു എനിക്ക്. പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞ സാറിന് ഞാൻ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തിരിച്ച് തരാം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മോൻ കയ്യിലുണ്ടായിരുന്നു? മോൻ കയ്യിലുണ്ട്. അപ്പോൾ മോനെ കണ്ടു. അപ്പോഴ് പിന്നെ ഇപ്പോൾ 5 വയസ്സ് ആകുന്നേ ഉള്ളൂ, 4-4.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടുത്തെ ഗ്യാങ്മാനും കൊച്ചിനും മിഠായി വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് 10 രൂപ കൂടെ കൊടുത്ത്. അങ്ങനെ അതും കൊണ്ട് ഞാനും വീട്ടിൽ ചെന്നു. അപ്പോൾ പോണ വഴി അങ്ങനെ തന്നെ ഫോൺ തന്നു, മോള് വീട്ടിൽ വിളിച്ച് പറ, പിന്നെ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, വീട്ടിൽ വിളിച്ച് പറ, അവരാരെങ്കിലും വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് അച്ഛൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്ന് അങ്ങനെ ഞാൻ പോയി. അങ്ങനെ 7 മാസം ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്തു. അവിടെ ജോലി ചെയ്ത് ഇരുന്നപ്പോഴത്തേക്ക് സാറിനെ വിളിച്ചേച്ചും പിന്നെ അസഭ്യമൊക്കെ പറഞ്ഞു. അപ്പോൾ സാറ് എന്നെ വിളിച്ചു, എനിക്ക് ജോലി കൊടുത്തു എന്നുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ജ്യോതി ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, അവർ നോർത്ത് ഇന്ത്യൻസാണ്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, എനിക്കൊരു സഹോദരിയുടെ സ്ഥാനമാണ് ജ്യോതിയുടെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ജ്യോതിക്ക് ജോലി തന്നത് ഇവിടെ. അതുകൊണ്ട് ഇങ്ങനെ അനാവശ്യങ്ങൾ കേൾക്കേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞു, സാറേ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറായിപ്പോയി, എന്തിന് വെറുതെ പിന്നെ സാറൊന്ന് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ക്ഷമിച്ചേക്ക് എന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് നാളിങ്ങനെ വിളിയും പറിച്ചിലും ആയപ്പോൾ പിന്നെയും കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു, കുഞ്ഞിന് ഭാവി വേണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചു. വീണ്ടും ഞാൻ തിരുവനന്തപുരത്തിന് പോന്നു. വീണ്ടും പോന്നപ്പോൾ ഇവിടെ ആരും മറുത്തൊന്നും പറയത്തില്ല, പുള്ളിയുടെ സ്വഭാവം അറിയാം. വീട്ടിലാരുണ്ടായിരുന്നു? ഇവിടെ അമ്മയുണ്ട്. അതറിഞ്ഞത് പിന്നെ ചേച്ചിയുടെ മോളുടെ ഒരു ഫംഗ്ഷന് ഞാൻ വന്നപ്പോഴത്തേന് ഒരാഴ്ച ഞാൻ നിന്ന് ചേച്ചിയുടെ കൂടി നിന്ന് വെച്ചാൽ ഞാൻ 10 ദിവസമായപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് പ്രകാശിന്റെ സ്വന്തം അമ്മ തന്നെയാണോ എന്ന് ചോദിച്ചു. സ്വന്തം അമ്മയാണോ കുഞ്ഞമ്മയാണോ എന്ന് ചോദിച്ചു. ഇല്ല, ഇവര് എൻ്റെ മുമ്പിൽ വെച്ച് പ്രകാശിനെ അമ്മയെന്ന് വിളിക്കുള്ളൂ. അതൊക്കെ കൊണ്ട് ഞാൻ പ്രകാശിനോട് ചോദിക്കും, ഞാൻ അമ്മയോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. അമ്മയുടെ സ്വന്തം മോനാണോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കുഞ്ഞമ്മയാണ്, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ്, ഞങ്ങൾ അമ്മയെന്നേ വിളിക്കുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളം പറയേണ്ട ആവശ്യം എന്താ? അതെന്താന്ന് എനിക്കും അറിയത്തില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചേച്ചിയോട് തന്നെ നേരിട്ട് ചോദിച്ചു, ചേച്ചി സത്യം ഇത് എന്നാ ചേച്ചി, അമ്മയാണോ കുഞ്ഞമ്മയാണോ എന്ന് ചോദിച്ചു. ചേച്ചി എന്നോട് എടുത്ത വായിക്കും തിരിച്ചു ചോദിച്ചു, നിന്നോട് എന്നതാ പറഞ്ഞേക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ കുഞ്ഞമ്മയാന്നാ പറഞ്ഞു, ചിറ്റമ്മയാന്നാ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു.
എനിക്ക് തോന്നി നിന്നോട് പറഞ്ഞിരിക്കുന്നത് അമ്മയല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി എന്ന് ചേച്ചി അപ്പോഴേ എന്നോട് പറഞ്ഞു. അങ്ങനെയാ ചേച്ചിയാ പറഞ്ഞത്, ഇത് പെറ്റ തള്ളയാണ് അവൻ്റെ. 1999 അവസാനമായപ്പോൾ നാട് വിട്ട് പോയതാള് ഇവിടുന്ന്. ഇയാള് പിന്നെ കയറി വരണതാണ് എൻ്റെ മോനെ 1 വയസ്സുള്ളപ്പോഴത്തേക്ക്. 8 വർഷം കഴിഞ്ഞാണ് പിന്നെ ഇവിടെ വരണത്. ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും എൻ്റെ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റിലൊക്കെ കൊടുത്തിരിക്കുന്നതെല്ലാം കള്ള അഡ്രസ്സ്, കള്ളപ്പേര് ഒക്കെ. ഇപ്പോൾ ജയപ്രകാശ് എന്നുള്ള പേരല്ല, പ്രകാശ് എന്നാണ് ഒറിജിനൽ നെയിം. അഡ്രസ്സ് ഫുള്ളും മാറ്റിയാണ് എന്നെ കല്യാണം കഴിച്ചപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ മുരളിക്കറിയാമായിരുന്ന പഴയ നിങ്ങളുടെ ഈ പറഞ്ഞ? പിന്നെ ആ പുള്ളി കണ്ടിട്ടില്ല. കൂടുതൽ എന്നാന്ന് വെച്ചാൽ പുള്ളി പറയണതേ നമ്മൾ വിശ്വസിക്കുള്ളൂ. നമ്മൾ എത്ര സത്യം ഇങ്ങനെ നിരത്തി കാണിച്ചാലും പുള്ളി എത്ര ഓഫീസിലെ അയാൾ വന്ന് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തോ? ഇല്ല, കൊടുത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് സാറ് പറഞ്ഞു കൊടുത്തില്ല. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെ ഞാൻ ജോലി വിട്ടു പോന്നു. ഞാൻ പോകുന്നു ഇങ്ങോട്ടേക്ക് പോന്നല്ലോ, ഇങ്ങോട്ട് വന്നു. ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടാ പോന്നു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ സംഭവിച്ചത് ലാസ്റ്റ്? പിന്നെ അച്ഛൻ ഇതിനിടയ്ക്ക് അച്ഛന് തീരെ വയ്യാണ്ട് വന്നു. ഇപ്പൊ ഈ പറഞ്ഞില്ലേ മാല മോഷണം പോയി എന്നാ പറഞ്ഞ മാലയൊക്കെ ഞാൻ തിരിച്ചെടുപ്പിച്ചു. എറണാകുളത്ത് പോയാൽ ഞാൻ എടുപ്പിച്ച്. പിന്നെ ഈ പുള്ളി എറണാകുളത്ത് പോയി ഞാന് ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് എനിക്ക് ഈ രസീത് കിട്ടി. ആ ഡേറ്റിലുള്ള രസീത് കിട്ടി. ഞാൻ ആ രസീത് എടുത്ത് വെച്ചിരുന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. ആ രസീത് കൊണ്ട് ഞാൻ എറണാകുളത്ത് ചെന്നു. 6500 രൂപയ്ക്ക് മാല പണയം വെച്ചിട്ട് 10000 രൂപ കൊടുത്ത് ഞാൻ ആ സാധനം എടുപ്പിച്ചു. അന്ന് ആ കടക്കാരൻ പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് പ്രയോജനമൊന്നുമില്ല, 1000 രൂപ പോലും തേച്ച് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന്. ഞാൻ പറഞ്ഞ 1000 രൂപയുടെ അല്ല, എനിക്ക് ഈ കള്ളത്തരം പൊളിച്ചു കാണിക്കണം. എന്നാന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ വരെ പഴിച്ചു. ഞാനെടുത്ത് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ട് കള്ളത്തരം പറയാമെന്നൊക്കെ പറഞ്ഞു. അത് പ്രകാശിൻ്റെ പേരിൽ ഞാൻ അങ്ങേരോട് ഞാനൊരു കള്ളത്തരം പറഞ്ഞ ഈ മാല എടുക്കണം, ഞാൻ എടുപ്പിക്കാൻ ചെന്നത്. ഞാൻ പറഞ്ഞു ആള് പുറത്തു പോയേക്കാണ് ജോലിക്കായിട്ട്, അതുകൊണ്ട് പുള്ളിക്ക് വരാൻ പറ്റില്ല, ചിലർ തരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞു അതൊന്നും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് പൈസ കിട്ടണം. അങ്ങനെ പലിശ കൂട്ടി പറഞ്ഞു 10000 രൂപയ്ക്ക് ഞാൻ തിരിച്ചെടുത്ത് ആ സാധനം ഞാൻ ഈ പുള്ളിനെ കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മോഷണം പോയ സാധനം, നിങ്ങളുടെ പേരിൽ എറണാകുളത്ത് പണയത്തിരുന്ന സാധനമാണ് എടുത്തെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അപ്പൊ അതിനടിച്ചില്ല? അതിനൊന്നും അടിക്കത്തില്ല. പിന്നെ അതിനൊന്നും അടിച്ചില്ല. പിന്നെ ഈ 7 മാസം കഴിഞ്ഞ് തിരിച്ചു വന്ന എന്നെ പിന്നെ 9 മാസത്തേക്ക് എൻ്റെ വീട്ടിൽ വിട്ടില്ല, വിളിപ്പിക്കുകയില്ല, ഒന്നുമില്ല. ഇതിനിടയ്ക്ക് അമ്മയും അച്ഛനും ഒക്കെ വിളിച്ചു പറഞ്ഞു അമ്മയുടെ. അപ്പൊ അതുവരെയും ഭർത്താവിൻ്റെ കൂടെ സ്നേഹമായിട്ട് അയാൾ ചെലവിന് കൊടുത്തു കഴിഞ്ഞു. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോയി. അതിനിടയ്ക്ക് അമ്മയ്ക്ക് അസുഖം കൂടുതലാണ്, ഒന്ന് വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടോ ഒന്നും കൊണ്ടുവന്നില്ല. ലാസ്റ്റ് അമ്മമ്മ മരിച്ചിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല. 2 ദിവസം മരിച്ച് 2ാമത്തെ ദിവസമാണ് പേര് വിളിച്ച ഫോൺ എടുക്കില്ല, ആര് വിളിച്ചാലും ഫോൺ എടുക്കത്തില്ല. പിന്നെ എൻ്റെ ഫോണ് അമ്മയ്ക്ക് നമ്പർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് തല്ലിപ്പൊട്ടിച്ച് സിം കാർഡ് ഓടിച്ച് കളഞ്ഞു. പിന്നെ അത് കാരണം എന്നെ അതിനും കൊണ്ടുപോയില്ല. പിന്നെ അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ വിളിച്ച് പറഞ്ഞപ്പോഴത്തേന് ഫോൺ എടുത്ത് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു ചെല്ലണത്. വിവാഹബന്ധത്തിൻ്റെ തീയതി മുതൽ കളവായ കാര്യങ്ങൾ പറഞ്ഞ് യാതൊരു സ്നേഹവുമില്ലാതെ നിങ്ങളെ പറ്റിച്ച് കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ നമുക്ക് തോന്നുന്നത്. നിങ്ങളെ കണ്ടമാനം ദേഹോപദ്രവം അന്ന് മുതൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യാതൊരു വ്യക്തി സ്വാതന്ത്ര്യവും തരുന്നില്ല. പരസ്ത്രീ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ പോയത്. എന്താന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ രണ്ടാമത്തെ മാസം വയറ്റിൽ കിടക്കുമ്പോഴത്തേന് എന്നെ പറഞ്ഞ ആശുപത്രിയിൽ വിട്ടിട്ട് പിന്നെ ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. 10 മാസം ആവാൻ പോണു ഞാൻ അവിടുന്ന് പോകുന്നിട്ട്. ഇന്ന് ഈ നിമിഷം വരെ എന്നെ വിളിക്കുകയും ചോദിക്കുകയും. അപ്പോൾ പോരുന്ന സമയത്ത് ഞാൻ 3 മാസം ഗർഭിണിയാണ്. ഈ പോരുന്ന സമയത്ത് ഈ സെക്കൻഡ് വരെ എന്താണ് എന്ന് ഒരു വാക്ക് കൊച്ചിനെ കാണാനും വന്നിട്ടില്ല, ഒരു കാര്യം അന്വേഷിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഇടയ്ക്ക് എൻ്റെ 2 സഹോദരന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞ് അങ്ങേരുടെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല ഒത്തിരി നീചമായ കാര്യങ്ങൾ ഞങ്ങൾ തന്നെ പിന്നെ ഇവർ മൊബൈൽ ഫോണിൽ സ്പീക്കർ ഫോണിലിട്ട് ഞങ്ങളെ കേൾപ്പിച്ചു. ഇത്രയും ക്രൂരത ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലത്തിലേക്ക് കോടതി സമീപിക്കാൻ തോന്നായിരുന്നത്? ഇത് ഒന്നാമത്തെന്ന് വെച്ചാൽ എനിക്ക് ആരോടും ഒന്നും തുറന്നു പറയാനോ വിളിക്കാനോ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ അച്ഛനെല്ലാം അറിയായിരുന്നു. അവസാനം വരെയും ആ പാവം നീറിയ എൻ്റെ അച്ഛൻ മരിച്ചു.
മരണസമയത്ത് പോലും എൻ്റെ അച്ഛന് ആ സമയത്ത് ആശുപത്രി കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവിടെ കൊണ്ടുപോകുന്നു എൻ്റെ അച്ഛനെ. RCCന്ന് നേരെ പുള്ളിയാണ് വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നത് എൻ്റെ അച്ഛനെ പുള്ളിയുടെ വീട്ടിലേക്ക്. എന്താ വെച്ചാൽ 5 ദിവസം കൂടുതൽ ജീവിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം മുമ്പേ അച്ഛനെ പറഞ്ഞു വിടുക അച്ഛൻ. എന്താ വെച്ചാൽ 11:30 മണിക്ക് അച്ഛൻ അസുഖം തുടങ്ങിയിട്ട് 3 മണിയായപ്പോൾ ഞാൻ ലാസ്റ്റ് വഴക്കുണ്ടാക്കി. വെളുപ്പിനെ 2:45 ഞാൻ ബഹളം ഉണ്ടാക്കി. ഞാൻ 8 വർഷം എല്ലാം സഹിച്ചും അടിയും തല്ലും കൊണ്ട് ഭർത്താവിൻ്റെ കൂടെ ജ്യോതി കഴിഞ്ഞു. ജ്യോതി എന്താണ് തീരുമാനമെടുക്കുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.